കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കൊടിയത്തൂർ പഞ്ചായത്ത് പെടാത്തത് എന്തുകൊണ്ട് എന്നതിൻ്റെ കാരണം ഈ കാഴ്ചകൾ കാണിച്ചു തരും. ബാക്കി നാട്ടുകാരും പറയും. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്തുകളിലായി നീണ്ടുകിടക്കുന്ന മൈസൂർ മല. 2 പഞ്ചായത്തുകളിലും കൂടി ഈ മലയിൽ 60-ലധികം ക്വാറികൾ, പകുതിയിലധികവും അനധികൃതം. വെടിയുടെ ശബ്ദം കാരണം നിരവധി വീടുകളുടെ ചുമരുകൾ വിണ്ടുകീറി. ആസ്തമ രോഗികൾ ഈ ഭാഗത്ത് കൂടുതലാണ്. പൊടിപടലങ്ങളാണ് കാരണം. കളിസ്ഥലത്ത് പോലും കരിങ്കൽ ചീളുകൾ വന്നു വീഴും. 2 വർഷം മുമ്പ് വരെ കടുത്ത വേനലിൽ പോലും കുതിച്ചൊഴുകിയ തോടുകളുടെ അവസ്ഥ മഴ വിട്ടുമാറും മുമ്പേ ഇങ്ങനെയാണ്. കുടിവെള്ളം ലഭിക്കുന്നതാകട്ടെ സന്നദ്ധ സംഘടനകളുടെ സേവനത്തിലൂടെ. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയമില്ല. ഇവിടെ കേസ് എടുക്കുന്നതുകൊണ്ട് പട്ടയം തരാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ 10-60 ഏക്കർ സ്ഥലത്ത് കോറികൾക്ക് പട്ടയം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു ആവശ്യമില്ല. ഇപ്പോൾ 3 ഏക്കർക്ക് ഇവിടെ കള്ളപ്പട്ടയം കൊടുത്തതെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭൂമി കഴിഞ്ഞ് സർക്കാർ ഭൂമിയിലേക്ക് ഖനനം വ്യാപിപ്പിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കണ്ടില്ലെന്ന ഭാവം. പരാതിപ്പെട്ടാലുള്ള അനുഭവം ഇങ്ങനെ. രേഖാമൂലം പറയാൻ അന്ന് ഞങ്ങൾക്ക് അറിയൂല. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെതിരായിട്ട് ഇവർ കേസ് കൊടുക്കും. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈക്കോടതി പോകേണ്ടി വരും. ക്വാറികൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ക്യാമറ പേഴ്സൺ ഷിബുവിനൊപ്പം നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്.